അപ്പോൾ അടുത്ത ഈ ഒരു തിയറത്തിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് 1 implies 2 എന്നാണ്. അതായത് നമ്മൾ ജി ഒരു യൂളേറിയൻ ഗ്രാഫ് ആണെന്ന് അസ്യൂം ചെയ്യും. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്താണ്? ദ ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് ഓഫ് ജി ഈസ് ആൻ ഈവൻ പോസിറ്റീവ് ഇന്റിജർ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യാണ് ലെറ്റ് ടി ബി ആൻ യൂളർ ടൂർ ഓഫ് ജി. യൂളേറിയൻ ഗ്രാഫ് ആണെങ്കിൽ എന്താണ്? ജി എന്ന് പറയുന്ന ഒരു യൂളേറിയൻ ഗ്രാഫ് ആണെങ്കിൽ അതിൽ നമുക്ക് എന്താണ് ഒരു യൂളർ ടൂർ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു യൂളർ ടൂർ ആയിട്ട് നമ്മൾ ടി എന്നുള്ളതാണ് യൂളർ ടൂർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. എന്തായിട്ട് പ്രത്യേകത ഉണ്ടാവുക? ഈ യൂളർ ടൂർ എന്ന് പറഞ്ഞാൽ ഒരു ട്രയൽ ആണ്. ആ ട്രയലിൽ ജിയുടെ എല്ലാ വെർട്ടെക്സും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, എല്ലാ എഡ്ജും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലെറ്റ് ടി ബി ആൻ യൂളർ ടൂർ ഓഫ് ജി ഡിസ്ക്രൈബ്ഡ് ഫ്രം സം വെർട്ടെക്സ് വി നോട്ട് ബിലോങ്സ് ടു വി ഓഫ് ജി. ഇത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വി നോട്ട് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ വി നോട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് വി നോട്ടിലേക്ക് തന്നെ എത്തുന്ന, ജിയിലുള്ള എല്ലാ വെർട്ടെക്സും ടച്ച് ചെയ്യുന്ന, ജിയിലുള്ള എല്ലാ എഡ്ജുകളും റിപ്പീറ്റ് ചെയ്യാതെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൂർ ആണ് ടി. ആ ടി എന്ന് പറയുന്ന ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് വി നോട്ട്, അത് എൻഡ് ചെയ്യുന്നതും വി നോട്ട് തന്നെയാണ്. ഇനി വി ബിലോങ്സ് ടു വി ഓഫ് ജി ആൻഡ് വി നോട്ട് ഈക്വൽ ടു വി നോട്ട്. അതായത് വി നോട്ട് അല്ലാത്ത ഒരു വെർട്ടെക്സ്, ജിയിലെ ഒരു വെർട്ടെക്സ് എടുക്കുക, അതിനെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തു? വി എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പൊ വി നോട്ട് എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വി എന്താണ്? വി എന്ന് വി നോട്ട് എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഇവിടെ ഉണ്ട്. ഇനി വി എന്ന് പറയുന്ന വേറൊരു വെർട്ടെക്സ് ഉണ്ട്. ഇതെന്താണ്? വി നോട്ടിനോട് സെയിം അല്ലാത്ത വേറൊരു വെർട്ടെക്സ് കൺസിഡർ ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? എവറി ടൈം ടി എൻറ്റേഴ്സ് വി ഇറ്റ് മസ്റ്റ് മൂവ് ഔട്ട് ഓഫ് വി ടു ഗെറ്റ് ബാക്ക് ടു വി നോട്ട്, അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ഈ ടൂർ എന്താണ്? വി നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി നോട്ടിലേക്ക് തന്നെ തിരിച്ചെത്തണം. അപ്പൊ വി നോട്ട് അല്ലാത്തൊരു വി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്. വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാം. എന്താ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ? എഡ്ജ് മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. അപ്പൊ വി നോട്ടിൽ നിന്ന് ഒരു എഡ്ജ് വിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെ, എന്ന് പറഞ്ഞാൽ ഏത് വി നോട്ടിൽ നിന്നല്ല, ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് ഒരു എഡ്ജ്, ഇപ്പൊ വി നോട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും വെർട്ടെക്സിലേക്ക് പോയിട്ടുണ്ടാവും, എന്നിട്ട് വി എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് വി നോട്ടിലേക്ക് തന്നെ എത്തണം. അപ്പൊ എന്താണ്? അത് വി വിട്ടിട്ട് തിരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെ? അതായത് എവറി ടൈം വി ടി എൻറ്റേഴ്സ്, ഈ ടി എന്ന് പറയുന്ന ഈ ഒരു ടൂർ ഉണ്ടല്ലോ, ആ ഒരു വാക്ക്, അത് വി നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വെർട്ടെക്സിലേക്കൂടെ ഒക്കെ കറങ്ങി വി എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് തിരിച്ച് വി നോട്ടിലേക്ക് തന്നെ പോകേണ്ടതുണ്ടായതുകൊണ്ട് വി അത് വന്ന പോലെ വേറൊരു വഴി കൂടെ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്ത വേറെ എഡ്ജ് കൂടെ തിരിച്ചു പോകണം. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. എവറി ടൈം ടി എൻറ്റേഴ്സ് വി ഇറ്റ് മസ്റ്റ് മൂവ് ഔട്ട് ഓഫ് വി ടു ഗെറ്റ് ബാക്ക് ടു വി നോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ടു എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് വി ആർ യൂസ്ഡ് ഡ്യൂറിങ് എ വിസിറ്റ് ടു വി. എന്നാൽ വി എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് ഈ ടി എന്ന് പറയുന്ന ടൂർ വന്നു കഴിഞ്ഞാൽ അതിന് വി നോട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ടായതുകൊണ്ട് വേറൊരു എഡ്ജ് വഴി അതിന് തിരിച്ചു പോയാൽ പറ്റും. കാരണം എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വി എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് ഏതൊക്കെ സമയത്ത് ഈ ടി എന്ന് പറയുന്ന ടൂർ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ ആ സമയത്തൊക്കെ എന്തുണ്ടാവും? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എഡ്ജുകൾ ഇതിനോട് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ വി എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി എന്താണ്? ഈവൻ ആണ്. അപ്പൊ വി നോട്ട് അല്ലാത്ത ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡിഗ്രി ഒക്കെ, വി എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് എടുത്താണ്, അപ്പൊ ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡിഗ്രി ഒക്കെ ഈവൻ ആണ് വരിക. ഇനി വി നോട്ടിന്റെ അവസ്ഥ എന്താ? അറ്റ് വി നോട്ട് എവറി ടൈം ടി മൂവ്സ് ഔട്ട് ഓഫ് വി നോട്ട് ഇറ്റ് മസ്റ്റ് ഗെറ്റ് ബാക്ക് ടു വി നോട്ട്, അല്ലെ? അതായത് വി നോട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വി നോട്ടിലേക്ക് തന്നെ എത്തണം. അപ്പൊ പോകാനൊരു വെർട്ടെക്സും വേണം, തിരിച്ചു വരാനൊരു വെർട്ടെക്സും വേണം. അപ്പൊ വി നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വി നോട്ടിൽ തന്നെ എൻഡ് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. അപ്പൊ വി നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് വി നോട്ടിലെത്തി വീണ്ടും വേറെ ഏതൊക്കെ എഡ്ജിലേക്ക് കൂടെ പോയി തിരിച്ച് വി നോട്ടിലേക്ക് വരാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും വി നോട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പൊ എന്താണ്? എങ്ങനെയാലും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും വി നോട്ടിൽ തന്നെ ആവണം. അതുപോലെ എന്താണ്? വി നോട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു ടൂർ ടി എന്ന് പറയുന്ന വാക്ക്, എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്ത വാക്ക്, ക്ലോസ്ഡ് ആയിട്ടുള്ള വാക്ക് ആണ്. യൂളർ ട്രയൽ ആണല്ലോ ഒരു ടൂർ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള യൂളർ ട്രയലിനെയാണ് ഒരു ടൂർ എന്ന് പറയുന്നത്. അപ്പൊ വി നോട്ടിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് വി നോട്ടിലേക്ക് തന്നെ വരണം. അപ്പൊ ഏത് സമയത്തും, അല്ലെ, ഈ വി നോട്ടിൽ എന്താണ്? എവറി ടൈം ടി മൂവ്സ് ഔട്ട് ഓഫ് വി നോട്ട് ഇറ്റ് മസ്റ്റ് ഗെറ്റ് ബാക്ക് ടു വി നോട്ട്. അതുകൊണ്ട് എന്താണ്? ഡിഗ്രി ഓഫ് വി നോട്ടും ഈവൻ ആണ്. അപ്പൊ ടോട്ടൽ എന്താ വരെ? വി നോട്ടിന്റെ ഡിഗ്രിയും ഈവൻ ആണ്. അതുപോലെ എന്താണ്? വി നോട്ട് അല്ലാത്ത വേറെ ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡിഗ്രിയും ഈവൻ ആണ്. അതായത് എന്താണ്? ഈ ഒരു ഗ്രാഫിൽ ജി എന്ന് പറയുന്ന ഗ്രാഫ് യൂളേറിയൻ ആണെങ്കിൽ അതിന്റെ ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡിഗ്രി ഈവൻ ആണെന്ന് കിട്ടും. അപ്പോൾ ഇതിലെന്താണ്? 1 implies 2 എന്നുള്ള സാധനം പ്രൂവ് ആയി. അതായത് ജി ഒരു യൂളേറിയൻ ഗ്രാഫ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് ഓഫ് ജി ഈസ് ഈവൻ പോസിറ്റീവ് ഇന്റിജർ എന്നുള്ളത് നമുക്ക് ഇതിലൂടെ പ്രൂവ് ചെയ്യാൻ പറ്റും.